ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞ് കാണും, വളരെ സങ്കടമായിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഈ കുട്ടിയെ കാണാതായിട്ടുള്ള ഒരു ന്യൂസ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ മുന്നേ ഉള്ളൊരു വാർത്തയായിരുന്നു ഞാൻ കണ്ടത് ആദ്യം. അത് കഴിഞ്ഞാണ് അത് കണ്ടു തീർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേഷനായിട്ടുള്ള ഇത് കണ്ടത്. ആ കുട്ടിയെ കുറച്ചകലെയുള്ള ഒരു കനാലിൽ ഇതുപോലെ മൃതദേഹം കണ്ടു എന്നുള്ളത്. അപ്പോൾ വളരെയധികം നമ്മൾ കുഞ്ഞു കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് വഴക്കിട്ടാൽ പോലും അവർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്ക് ഫീലാവുകയും, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികൾ. അതൊന്നും പറയാൻ. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് കാണുമെന്നുണ്ടെങ്കിൽ അവർ കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും വരുന്നത് കേട്ടോ. പിണങ്ങിയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും കരഞ്ഞുകൊണ്ടൊക്കെ നിൽക്കും. കരഞ്ഞുകൊണ്ടൊക്കെ നടന്നൊരു കുട്ടി ഒറ്റയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ശ്രദ്ധയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും തള്ളിയിട്ട് പോവരുത്. ഒരു മിനിറ്റ് ഒന്നൊന്ന് അന്വേഷിക്കണം. ആ കുട്ടിയോട് ചോദിക്കുക, ഒന്ന് അന്വേഷിക്കണം. ഒറ്റയ്ക്ക് ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരും അടുത്ത വീടായിരിക്കും എന്ന് വിചാരിച്ച് ഒരിക്കലും പോവരുത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോളാണെങ്കിൽ ഒരു പ്രാവശ്യം അവൾക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഓടി ഗേറ്റ് തുറന്നിട്ട് ഗേറ്റിൻ്റെ കുറ്റി തുറന്നിട്ട് പുറത്തോട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ. പിന്നെ അങ്ങോട്ടൊന്നും പോവില്ല, അവിടെ നിൽക്കും. അവിടെ തന്നെ കുറേ നേരം അങ്ങനെ പിണങ്ങി നിൽക്കും. അത് നമ്മൾ നോക്കും. അപ്പോൾ ഈ പിണങ്ങുമ്പോൾ അങ്ങനൊരു ക്യാരക്ടറുണ്ട്. ഒരുപാട് കള്ളത്തരവും ഇതൊക്കെ നടക്കുന്ന നാടാണ്. തട്ടിക്കൊണ്ട് പോകുക എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൽ പോകുന്നവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പോകുന്നവരെന്തെന്ന് വെച്ചാൽ വഴക്കിടും കേട്ടോ. ഓടിക്കോ, അകത്ത് പോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോട് വഴക്കിട്ട് അകത്തോട്ട് കയറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു കുട്ടി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും അങ്ങനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ആ കുഞ്ഞിനോട് ഒരു കാര്യം ചോദിച്ചെന്ന് വെച്ച് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോണില്ല. അതൊരു വലിയ സഹായമായിരിക്കും. ഇപ്പോൾ തന്നെ ഈ കുട്ടി ഇത്രയും ദൂരം നടന്നിട്ടാണ് ആ കനാലിൽ അവിടെ വരെ അത് എത്തിയിട്ട്. അതെങ്ങനെ അവിടെ വരെ എത്തിയെന്നുള്ളതാണ്. ആരെങ്കിലും ഉപദ്രവിച്ചതാണോ, പിടിച്ചോണ്ട് പോയതാണോ, ഓടിയതാണോ ഒന്നും അറിയില്ലല്ലോ. കുഞ്ഞു കുട്ടിയല്ലേ, ഇത്ര ദൂരെ പോകുമെന്ന് തന്നെ ഒരു ഇതാണ്. അപ്പോൾ ഒരുപാട് കാടന്മാരായിട്ടുള്ള മനുഷ്യരൊക്കെ ഉള്ള നാടാണ്. അപ്പോൾ നമ്മൾ വളരെയധികം അത്രയും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് മുന്നേ ഒരു സംഭവം ഇവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു വിൽപ്പനക്കാർ പുളിയോ അങ്ങനെ എന്തോ വിൽക്കാനായിട്ട് ഒരു ലേഡി വന്നു. അപ്പോൾ അവരുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മളകത്ത് നിന്ന് തന്നെ പറഞ്ഞു, ഗേറ്റ് അടച്ചിട്ടിരിക്കുവാണല്ലോ. അപ്പോൾ പറഞ്ഞു വേണ്ട, ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോകുന്നില്ല, വീണ്ടും നിർബന്ധിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ. എൻ്റെ മോൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അത് അവർ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത് കുറേ ആയി കേട്ടോ. ഇതൊരു 2 വർഷത്തോളമായി ഈ ഒരു സംഭവം. അപ്പോൾ ഇവർ ഗേറ്റിൻ്റെ അവിടെ നിന്നിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവർ പോയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്ത് ഞമ്മ കാണിക്കാം, ഇവിടെ നേരെ നിന്നാണ് ഞാനത് വേണ്ടാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കുറേ കഴിഞ്ഞു, ഒരു 20 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ അവിടെ ആയിട്ട് കാണുന്ന ആ സ്ഥലത്തായിട്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പോയിട്ടില്ലായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അത്രയും സമയമായിട്ടും ഇവർ പോയിട്ടില്ല. അവിടെ വേറെ വീടുകളൊന്നുമില്ല കേട്ടോ. അവിടെ വേറെ വീടുകളൊന്നുമില്ല, സാധനം വാങ്ങാനായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. അവിടെ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് നിന്നതല്ല, അവരത് പോയിട്ടില്ല, മനസ്സിലായോ? അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പെട്ടെന്ന് വാതിലൊക്കെ അടച്ചു കേട്ടോ. നമ്മൾ വാതിലൊക്കെ അടച്ചു. വാതിലൊക്കെ അടച്ച് ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയി. പിന്നെ കണ്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ വന്നൊന്നുമില്ല, അതങ്ങനെ പോയി. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് കണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ വീണ്ടും ഞാൻ വേപ്പില പറിക്കാനായിട്ട് അവിടെ എൻ്റെ സൈഡിൽ അവിടെ വേപ്പുണ്ട്. അപ്പോൾ വേപ്പില പറിക്കാനായിട്ട് അങ്ങോട്ട് നിന്നപ്പോഴാണ് ഇത് നേരത്തെ വന്നവരില്ല, ഇവരിതുവരെ പോയില്ലേ എന്നുള്ളൊരു ഡൗട്ട് വന്നത്. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുകയും പിന്നെ ഞാൻ അകത്തോട്ട് കയറി അടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഒന്നും നടക്കില്ല എന്നായപ്പോൾ പോയി കേട്ടോ. പിന്നെയാണ് നമ്മൾ ക്യാമറയൊക്കെ വെച്ച് ഇതൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അപ്പുറത്തൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആക്കി. നമ്മൾ എത്രയും സുരക്ഷിതമായിരിക്കണോ അത്രയും നല്ലതാണ്. കാരണം കാലം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം തന്നെ ഒരു വീട്ടിലൊരു ഡോഗൊക്കെ ഉള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഡോഗിനെ വളർത്തുന്നതിന് ഇവിടുത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടുത്തൊന്നും അങ്ങനെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരാഴ്ച മാറി നിന്നാൽ തന്നെ അതിന് ആഹാരം കൊടുക്കാനോ അങ്ങനെ അത്രയ്ക്ക് ഇതായിട്ടുള്ള ആരും ഇല്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്, പിന്നെ അതിനും ഡോഗിനും ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരിത് കൊണ്ടാണ് നമ്മൾ ഡോഗിനെ വളർത്താത്തത്. പക്ഷേ ആഗ്രഹമുണ്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെയുള്ളൊരു ഡോഗ് തന്നെ വളർത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും.
ക്യാമറ വെക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ക്യാമറ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതൊക്കെ ഒരു അത്യാവശ്യമാണ്. കാലം അങ്ങനെയാണ് പോക്ക്. ഓരോ ദിവസവും നമ്മൾ ഓരോരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കാലം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് കുട്ടികളെ പിച്ചക്ക് നടക്കുന്ന കുട്ടികളെയും കൊണ്ട് പിച്ചക്ക് നടക്കുന്നവർക്ക് 10 പൈസ കൊടുക്കരുത്. അതുതന്നെ ഞാൻ പറയാൻ വന്നത്. കുട്ടികളെയും കൊണ്ട് പിച്ചക്ക് നടക്കുന്നത് ആ മാഫിയ ഒരിക്കലും വളരാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഒരിക്കലും. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണത്. അവർക്ക് കുട്ടികൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടേത് തട്ടിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ നടക്കുന്നത് കാലം. എന്തായാലും ഈ കുഞ്ഞിൻ്റെ ഒരു വാർത്ത വളരെ സങ്കടമായിപ്പോയി. ഓക്കെ ഫ്രണ്ട്സ്, തിരിച്ച് കിട്ടുമെന്ന് തന്നെയായിരുന്നു ഒരുപാട് പ്രതീക്ഷയായിരുന്നത്.